യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്നിട്ട് ബാക്കിയുള്ളവരാണത്ര ചെതല്. എന്താ മോളെ മോളെ അച്ഛൻ പറഞ്ഞതാ ശരി. ഇനി ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പായി. വഴക്കുണ്ടാക്കി പോകുന്നതല്ല ഞങ്ങളെ. വലിയ വഴക്കിലേക്ക് എത്താതിരിക്കാൻ തൽക്കാലം ഇതായിരിക്കും നല്ലതെന്ന് തോന്നി. എന്തായാലും അത് നന്നായി. ബാക്കിയെല്ലാം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഈ തവണയെങ്കിലും അച്ഛന്റെ വാക്കിന് വിലയുണ്ടെന്ന് നീ സമ്മതിച്ചല്ലോ. സന്തോഷായി. ഇതേ ആ വിളക്കിങ്ങെടുക്ക. ഈ വീടിന്റെ വെളിച്ചം കെടുത്തി ഇറങ്ങിപ്പോയതല്ലേ നീ. തിരിച്ചു കയറുമ്പോ വിളക്ക് കൊളുത്തി തന്നെ സ്വീകരിക്കാം. അങ്ങനെയല്ലേ വേണ്ടത്? സോറി അച്ഛ, അന്ന് രാത്രി എനിക്കിതല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. സാരമില്ല, ഞാൻ പെരുമാറിയതും അല്പം കടന്നുപോയിരുന്നു. അത് മനസ്സിലാക്കിയപ്പോഴേക്കും സമയം വൈകി. പിന്നെ തമ്മിലടിക്കാനും തിരിച്ചറിയാനും ഓരോ കാലമുണ്ടെന്നല്ലേ പറയാ. മോളെ വാ. വിളക്ക് വാങ്ങ് മോളെ. ശരി മോളെ. വാ. ഇങ്ങന്നേക്ക്. ഇരിക്കയില്ലേ? ഇരിക്കട. പിന്നെ ചോദിക്കുന്നതില് അഖില് തെറ്റായൊന്നും വിചാരിക്കരുത്. എന്താ വീട്ടിൽ സംഭവിക്കുന്നത്? അരുണിമയുടെ മോളെന്താ ഇങ്ങനെ ആയിപ്പോയത്? അങ്ങളെ, ഈ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ സ്വയം ചോദിക്കുന്നതാ. അപ്പോ എന്തു തിരഞ്ഞ അങ്ങളോട് പറയാ? അച്ഛമ്മയും മധുവാന്റെയും പ്രിയ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യില്ല. നട്ടുച്ചയ്ക്ക് രാത്രിയാണെന്ന് അവള് പറഞ്ഞാലും അച്ഛമ്മ അത് വിശ്വസിക്കും. അത് തെറ്റാണെന്ന് പറയുന്നവരെ എതിർക്കുകയും ചെയ്യും. അങ്ങനെ അന്ധമായി അവളെ വിശ്വസിക്കാൻ മാത്രം എന്ത് മാജിക്കാ അവൾ അവിടെ ചെയ്തത്? ചുരുങ്ങിയ കാലം കൊണ്ട് അവൾ ആർജിച്ചെടുത്ത സ്നേഹവും പരിഗണനയും പൂജയ്ക്കും സ്നേഹിക്കും ആ വീട്ടിൽ കിട്ടിയോ? ഇല്ലല്ലോ. ഇവർ രണ്ടുപേരും വന്നു കയറിയവരല്ലേ അങ്ങളെ. അവള് അരുണിമാന്റെ കുട്ടിയല്ലേ. എന്നിട്ട് ആ അടുപ്പം അരുണിമ അവളോട് കാണിക്കുന്നുണ്ടോ? അരുണിമാന്റിക്ക് പൂജിച്ച് കഴിഞ്ഞ വേറെ ആരും ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. സ്വന്തം അമ്മ പോലും കാര്യമായി പരിഗണിക്കാത്ത ഒരുവളെ അച്ഛമ്മയും ആന്റിയും ഇങ്ങനെ തലയിൽ കൊണ്ട് നടക്കുന്നതിന്റെ കാരണം എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. അരുണിമയുടെ കാര്യത്തില് എന്താ തീരുമാനം? അർജുനേട്ടൻ ജാമ്യം എടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അഖിലിന് എന്ത് തോന്നുന്നു? അരുണിമ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുമോ ഇല്ലയോ? അല്ല, അത് അരുണിമാന്റെ മൊഴി അങ്ങനെയാണല്ലോ. എനിക്ക് തോന്നുന്നത് അരുണിമ ആർക്കു വേണ്ടി കുറ്റം ഏറ്റു പറയുന്നതാണ്. നിങ്ങൾ എന്തായി പറയുന്നേ? അവിടെ ആ സമയത്ത് ആകെ ഉണ്ടായിരുന്നത്
പ്രിയ അരുണിമയും പൂജയാണ്. പ്രിയയാണെങ്കിൽ അന്ന് മുതൽ കാണാനുമില്ല. അപ്പൊ പിന്നെ ആരെ രക്ഷിക്കാൻ? പൂജയോ? ആർക്കു വേണ്ടിയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, ആരെയും രക്ഷിക്കാനാണെന്ന് പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ മറഞ്ഞു നിൽക്കുന്ന പ്രതിയെ വെളിയിൽ കൊണ്ടുവരാനാണ് അരുണിമയെ കുറ്റം ഏറ്റെടുത്തെങ്കിലോ? അല്ല, അപ്പോ അങ്കിള് പറഞ്ഞു വരുന്നത് പ്രിയാണ് കുറ്റം ചെയ്തതെന്നാണോ? എന്താ അഖിലിന് സംശയമുണ്ടോ? അഖിൽ നോക്കിക്കോ, പ്രിയ അധികം താമസിയാതെ വെളിയിൽ വരും. ആ വിവരം അറിയുന്നതോടെ അരുണിമ കോടതിയിൽ മൊഴി മാറ്റി പറയും. അരുണിമയ്ക്ക് ഓർമ്മ തകരാറുള്ളത് വെച്ച് അർജുൻ അവരെ ഈസിയായി ഈ കേസിൽ നിന്ന് ഊരി മാറ്റും. സാക്ഷിക്കൊലക്കേസ് വീണ്ടും അന്വേഷിക്കാൻ കോടതി ഉത്തരവിടും. ആ അന്വേഷണത്തിൽ യഥാർത്ഥ ചിത്രം പുറത്തു വരും. എന്നിട്ട് വേണം മഹേശ്വരിയമ്മയെ ഒരിക്കൽ കൂടി ഒന്ന് നേരിൽ കാണാൻ. നിങ്ങൾ ഇനി അവരെ കാണാനും പറയാനും ഒന്നും നിക്കണ്ട. നമ്മുടെ മകൾ ഇവിടേക്ക് തിരിച്ചു വന്നില്ലേ? കൂടെ അഖിലും മോനും ഇറങ്ങി വന്നു. അവർക്ക് വിധിച്ചത് അവരനുഭവിക്കും. അത്രയായിട്ട് കണ്ടാ മതി. അല്ലെങ്കിൽ തന്നെ എല്ലാ കാലത്തേക്കുമായിട്ട് ഇറങ്ങിപ്പോകുന്നതല്ല അങ്കിളെ ഞങ്ങള്. അച്ഛമ്മ കാര്യങ്ങൾ മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്ന ഒരു സമയം വരും. അതിന് അധികം താമസമില്ല. ഇനി ഇന്ന് ഗീതാന്റെ നിലവിളക്ക് കൊളുത്തി ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റിയതുപോലെ അന്ന് അച്ഛമ്മ ഇവളെ ഒരു തവണ ആ വീട്ടിലേക്ക് കയറ്റും. അതിനുവേണ്ടി ഒരിക്കൽ കൂടി ഞങ്ങൾ ആ വീട്ടിലേക്ക് തിരിച്ചു പോകും, ഉറപ്പ്. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം മോനെ. ഇപ്പോ നിങ്ങൾ അകത്തേക്ക് ചെല്ല്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. അതെ, നിങ്ങൾ ചെല്ല്, ഞാൻ കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. വാ. മാധുരി, ഞാൻ ചായ എടുക്കാം. നിന്നേ. വരുന്ന വഴി ഞാൻ അർജുന്റെ ഓഫീസിൽ കയറിയിരുന്നു. അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏയ്, താൻ കരയിലിടൂ. ഒരർത്ഥത്തിൽ താൻ അവരെ പറഞ്ഞയച്ചത് നന്നായിന്ന് ഞാൻ പറയൂ. ആ കുട്ടിക്ക് സത്യത്തിൽ വല്ലാത്തൊരു അപരിചിതത്വം ഉണ്ടായിരുന്നു. ദത്തന്റെ മകളായിട്ട് പോലും അവൾക്ക് അർഹിക്കുന്ന പരിഗണന നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. അമ്മാവക്ക് ഈ വീട്ടില് കനകച്ചിയുടെ സ്ഥാനം പോലും കൊടുത്തിരുന്നില്ല ആനന്ദേട്ട. പക്ഷെ ആ കുട്ടി ആരോടും ഒരു പരിഭവം പോലും പറയാതെ ഈ കാലം അത്രയും കഴിഞ്ഞു. സഹിക്കാവുന്നതിന്റെ പരമാവധിയും കൈവിട്ടപ്പോഴാ അവരെ ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചേ. അവളെ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ അഖിലിന് തോന്നാത്തത് അവളുടെ ഭാഗ്യ. അവൻ എങ്ങനെ അവളെ കൈയൊഴിയും? അവൻ താലി കെട്ടിയ പെണ്ണല്ലേ അവള്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാനായിരുന്നെങ്കിൽ തന്നെ കൈവിടുവോ? ഇല്ലല്ലോ. പക്ഷെ അവളെ ആരും അവന്റെ ഭാര്യയായിട്ട് ഇവിടെ അംഗീകരിച്ചില്ലല്ലോ. ആര് പറഞ്ഞു? താൻ അംഗീകരിച്ചിരുന്നില്ലേ? പൂജയും അർജുനും അംഗീകരിച്ചിരുന്നില്ലേ? പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. എന്റെ ഉള്ളിലും അവള് തന്നെയായിരുന്നു മരുമകളുടെ സ്ഥാനത്ത്. അമ്മയ്ക്ക് മാത്രമായിരുന്നില്ല എതിർപ്പ്. മധു അവളെ ഒരു അന്യായിട്ടാ കണ്ടത്. മധുവിന്റെ കാര്യം ആര് ശ്രദ്ധിക്കുന്നു? അമ്മയെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അരുണിമയെ തിരിച്ചു കിട്ടിയതല്ലേ. വർഷങ്ങൾക്ക് മുമ്പ് അരുണിമയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ പാടില്ലല്ലോ എന്ന് അമ്മ കരുതി കാണും. അതിന് അരുണിമ ചേച്ചി ഒരിക്കൽ പോലും പ്രിയെ മകളുടെ സ്ഥാനത്ത് കണ്ടിരുന്നില്ല. എന്നോട് എന്താ അരുണിമ ചേച്ചി പറഞ്ഞെന്നോ? പ്രിയ വലിയൊരു നുണയാണെന്ന്, ജീവനുള്ള നുണ. അഖിലിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലെന്ന് അവള് പറഞ്ഞത് ആനന്ദേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? താൻ എന്താടോ പറയുന്നത്? നമ്മുടെ മകനെ നമുക്കറിഞ്ഞൂടെ? അങ്ങനെ ഒരു വൃത്തികേട് അവൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കോ? എന്നിട്ടും അമ്മയെ തിരുത്താൻ ആനന്ദേട്ടൻ തയ്യാറായോ? ഇല്ലല്ലോ. അമ്മയെ തിരുത്താൻ ഒരേ ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ. പ്രിയയുടെ പ്രസവശേഷം ആ കുഞ്ഞ് അഖിലിന്റേതല്ലാന്ന് ബോധ്യപ്പെടുത്തുക. അതോടെ
പ്രിയയ്ക്ക് കൽപ്പിച്ചു കൊടുത്ത എല്ലാ സ്ഥാനവും ഇല്ലാതാവും. അതിനുവേണ്ടിയായിരുന്നു അഖിലും കാത്തിരുന്നത്. ഞാൻ പറഞ്ഞല്ലേ, അഖില് എനിക്കും അർജുൻ തന്ന ഉറപ്പാണത്. ഇത്രയും കാലം മുത്തശ്ശിയെ പറ്റിച്ച് ജീവിച്ചതിനുള്ള ശിക്ഷ അവൾ അങ്ങനെ തന്നെ അനുഭവിക്കണമെന്ന് അവർക്കായിരുന്നു വാശി. ഞാനും അമ്മയോടും പിന്നെ അതിനെപ്പറ്റി സംസാരിക്കാതിരുന്നതിന്റെ കാരണം അതാണ്. ആനന്ദേട്ടന് തോന്നുന്നുണ്ടോ പ്രിയ അതിന് ഒരു വഴി കണ്ടെത്തില്ല എന്ന്? അവള് എന്തു പറയുന്നോ അതേ വിശ്വസിക്കുന്നുള്ള ഭാഷയിലെ അമ്മ. നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് നേരെ അമ്മ ചെവി പൊത്തി അടച്ചിരിക്കും പോലെ.